DGCA ഔദ്യോഗികമായി നൽകുന്ന വിവരമനുസരിച്ച് അപകടം ഉണ്ടായത് ഇങ്ങനെയാണ്. എയർ ഇന്ത്യയുടെ ബോയിങ് 787 ഡ്രീം ലൈനർ എയർക്രാഫ്റ്റാണ് അപകടത്തിൽപ്പെട്ടത്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് ആണ് ഈ വിമാനം പോകാൻ ടേക്ക് ഓഫ് ചെയ്തത്. ആ റെസിഡൻഷ്യൽ ഏരിയയിൽ മേഘാനി നഗറിൽ ടേക്ക് ഓഫിന് ശേഷം ഉടൻ തന്നെ 5 മിനിറ്റിനുള്ളിൽ തന്നെ തകർന്നു വീഴുകയായിരുന്നു. അഹമ്മദാബാദ് എയർപോർട്ടിലെ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിലെ റൺവേ നമ്പർ 23 നിന്ന് 1:38 ടേക്ക് ഓഫ്. മിനിറ്റുകൾക്കകം ഈ വിമാനം തകർന്നു വീണു എന്നുള്ളതാണ് DGCA ഡയറക്ടർ ജനറൽ സിവിൽ ഏവിയേഷൻസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. ഇനി അപകട കാരണം എന്ത് എന്നുള്ളതാണ് അറിയാനുള്ളത്. സാങ്കേതിക തകരാറാണോ അതോ മറ്റെന്തെങ്കിലും ആണോ? കാലാവസ്ഥ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു എന്ന് അവിടുത്തെ തദ്ദേശവാസികൾ പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ എന്തായിരിക്കാം ഈ അപകടം സംബന്ധിച്ച്? കാരണം ക്ഷണനേരം കൊണ്ടാണ് വിമാനം തകർന്നു വീണത്, കത്തിപ്പെടുന്നത്. വിമാനത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി അമരുന്ന ഒരു 242 പേരിൽ അതിൽ 10 ക്രൂ മെമ്പേഴ്സ്, 2 പൈലറ്റുമാർ സമയത്ത് ടേക്ക് ഓഫ് നടക്കുന്ന സമയത്ത് ATCയിലേക്ക് ഒരു അപായ സന്ദേശം പൈലറ്റിൽ നിന്ന് കിട്ടിയിരുന്നു. ATCയിലേക്ക് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ഒരു മെയ്ഡേ കോൾ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റുമാരായിരുന്നു. പക്ഷേ തകർന്നു. 8000-ലധികം മണിക്കൂറുകൾ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റുമാരായിരുന്നു ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അപകട കാരണം എന്താണ് എന്ന് അറിയണം. ക്യാപ്റ്റൻ സുമീത് സബർവാൾ ആയിരുന്നു ഈ വിമാനത്തിന്റെ പൈലറ്റ്. അദ്ദേഹത്തിന് 8200 മണിക്കൂർ നേരത്തെ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ആണുള്ളത്. അതുപോലെ തന്നെ കോ പൈലറ്റിന് 1100 മണിക്കൂർ നേരത്തെ ഫ്ലൈയിങ് എക്സ്പീരിയൻസും ഉണ്ട്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റുമാരായിരുന്നു വിമാനം നയിച്ചിരുന്നത്. ഈ വിമാനം ഒരുപാട് കാലപ്പഴക്കമുള്ള വിമാനവുമല്ല. നേരത്തെ ദിവിഷ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 2013 എയർ ഇന്ത്യ വാങ്ങിയ, ബോയിങ്ങിൽ നിന്ന് എയർ ഇന്ത്യ വാങ്ങിയ വിമാനമാണ്. ഡ്രീം ലൈനർ എയർക്രാഫ്റ്റ് ആണ്. ബോയിങ് 787 ഡ്രീം ലൈനർ എയർക്രാഫ്റ്റ് ആണ്. AI-171 എന്ന ഓപ്പറേഷൻ, അഹമ്മദാബാദ് ടു ഗാറ്റ്വിക് ഓപ്പറേഷൻ നടത്തിയിരുന്ന AI-171 ആണ് ഇങ്ങനെ ദാരുണമായി തകർന്നു വീണിരിക്കുന്നത്. റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വിമാനം തകർന്നു വീണത്. 1:50 പൂർണ്ണ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ് വീണത്. പക്ഷേ അവിടെ വലിയ അപായത്തിന്റെ ഒരു സൂചനയൊന്നുമില്ല. മറ്റാർക്കെങ്കിലും പരിക്കേൽക്കുകയും അവിടെ നിന്നും ഒരു കാഷ്വാലിറ്റി സംഭവിച്ചാൽ നമുക്ക് വിവരങ്ങൾ ലഭ്യമല്ല. അതേസമയം 242 യാത്രക്കാരുടെ കാര്യത്തിലാണ് വലിയ ആശങ്കയുള്ളത്. പലരെയും ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ ചിരടുവയ്ക്കത്തിന്റെ നില വളരെ ഗുരുതരമായിരുന്നു. കാഷ്വാലിറ്റി സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അവിടെ നിന്നും കിട്ടുന്ന വിവരങ്ങൾ. ഇനി DGCയുടെ ഭാഗത്തുനിന്നും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നൊക്കെയുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം, ഇതിന്റെ സാങ്കേതിക തകരാറ്, എന്തുകൊണ്ടാണ് വിമാനം തകർന്നു വീണത് എന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റുമാരായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു സംഭവിച്ചത്? ഒരു അപായ സൂചന തൊട്ട് മുൻപ് തന്നെ സിഗ്നലായി എത്തിയിരുന്നു എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയം, എയർപോർട്ടിലെ സ്ഥിതിഗതികൾ അഗ്നിശമന സേനാ വിഭാഗങ്ങൾ തീ അണയ്ക്കാൻ, കാരണം പൂർണ്ണമായും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ വിമാനത്തിന്റെ, ഈ ഫ്ലൈറ്റിന്റെ ഏകദേശം 3/4 ഭാഗവും കത്തി അമർന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതെ.